ഹായ് ഫ്രണ്ട്സ്, എം ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വർബ ബാങ്കിൽ കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ കാർഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. വർബ ബാങ്ക് നമുക്ക് ഫ്രീ ആയിട്ടാണ് കാർഡെല്ലാം ഇഷ്യൂ ചെയ്യുന്നത് 1 വർഷം. ഓക്കെ, അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ പല ആളുകളുടെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ദിനാർ ഫീ ഉണ്ട്. 5 ദിനാർ ഫീ അടച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ട് കാർഡും റീആക്ടിവേറ്റ് ചെയ്യണം. റീആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വർബ ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചായ കുവൈറ്റ് സിറ്റിയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ പോകുന്ന വീഡിയോ, അതുപോലെ അതിൻ്റെ ലൊക്കേഷനെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ കാർഡ്. ഇതാണ് വർബ ബാങ്കിൻ്റെ ആദ്യത്തെ കാർഡ്. ഇതാണ് പഴയ കാർഡ്. ഇതാണ്. ഇതിൻ്റെ ബാക്കിൽ CVV ഇതൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാർഡ് ഇപ്പോൾ ഞാൻ 1 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഈ കാർഡ് വർബ ബാങ്കിൻ്റെ ഈ കാർഡ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ റിന്യൂ ചെയ്തതിന് ശേഷം ഇതിനിപ്പോൾ നമ്മുടെ ഫീസായിട്ട് അവിടെ ഫീ ആയിട്ട് അടക്കേണ്ടത് 5 KD. ഓക്കെ, 1 വർഷം ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ 1 വർഷം നമുക്ക് ഇത് കാർഡ് അല്ലെങ്കിൽ അക്കൗണ്ട് റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലിപ്പോൾ CVV നമ്പർ കൊടുത്തിട്ടുണ്ട്. CVV നമ്പർ ഉണ്ട്. ആദ്യത്തിലില്ലായിരുന്നു. ഇതിപ്പോൾ ഇൻ്റർനാഷണലി എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ ഇൻ്റർനാഷണലി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് കാർഡിന്. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ കൗണ്ടറിൽ കൊടുത്തിട്ട് നമുക്കിത് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ പുതിയ അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. വാംത്ത് സർവീസ് ഇപ്പോൾ വർബ ബാങ്കിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. വാംത്ത് ഇനി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഗൂഗിൾ പേയിൽ നമ്മളിങ്ങനെ പൈസ അയക്കും. ഇപ്പോൾ ഒരാൾക്ക് പൈസ അയക്കാൻ നമുക്ക് വർബ ബാങ്കിൻ്റെ ആപ്പിൽ വാംത്ത് എന്ന സർവീസ് ഉണ്ട്. കാനറ്റുമായിട്ട് ലിങ്കായിട്ട് കാനറ്റ് കമ്പനിയുടെ ഒരു സർവീസാണ്. അപ്പോൾ അത് നമ്മൾ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ നമ്മുടെ വർബ ബാങ്കിൻ്റെ നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ വർബ ബാങ്കിൻ്റെ CD അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. CD അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വാംത്ത് പറ്റുന്നുണ്ട്. വാംത്ത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാംത്ത് ആക്ടിവേഷൻ ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട്, മൊബൈൽ നമ്പർ അതിൽ കാണിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ആക്ടിവേഷൻ ചെയ്താൽ മതി. ഒരു OTP വരും. ആ OTP അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാംത്ത് സർവീസ് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് പൈസ അയക്കണമെങ്കിൽ അദ്ദേഹം ബാങ്കിൽ കൊടുത്ത നമ്പർ മാത്രം കിട്ടിയാൽ മതി. സിമ്പിളായിട്ട് എത്രയും സ്പീഡിൽ സെക്കൻഡുകൾക്കുള്ളിൽ പൈസ ലഭിക്കും. ഏറ്റവും സെക്യൂറായ ട്രാൻസാക്ഷനാണ്. മറ്റത് ചിലർ അക്കൗണ്ടിൽ പോകുന്ന അക്കൗണ്ട് നമ്പറിൽ സെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലരും ക്രെഡിറ്റ് ആയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല, 5-6 ദിവസമായി ബാങ്കിൽ വിളിച്ച് കസ്റ്റമർ കെയറിൽ വിളിച്ച് വേറെ പ്രശ്നങ്ങളാണ്. ഇത് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അതാണ് വാംത്ത് സർവീസ്. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. നമുക്ക് ആക്റ്റീവ് ചെയ്യാം. വാംത്ത് സർവീസ് എല്ലാവർക്കും അറിയാം. അപ്പോൾ പല ബാങ്കിലും മുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വർബ ബാങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും പുതിയ വീഡിയോസിനായി കാത്തിരിക്കുക. താങ്ക് യു ഗൈസ്. ബൈ ബൈ.